വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സത്യസന്ധനായ ഒരാൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 ശമൂവേൽ 7-ാം അധ്യായം 28-ാം വാക്യം. കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു, അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തുമിരിക്കുന്നു. ദൈവത്തിന്റെ നാമം അറിയുന്നതിന്റെ ഒരു ഭാഗം അവൻ സത്യമാണെന്ന് അറിയുക എന്നതാണ്. അവൻ തികച്ചും സത്യസന്ധനാണ്. ദൈവം കള്ളം പറയുവാൻ ഒരു മനുഷ്യനല്ല, മാനസാന്തരപ്പെടേണ്ടതിന് മനുഷ്യപുത്രനുമല്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ പറഞ്ഞത് ചെയ്യാതിരിക്കുമോ? അതോ അവൻ സംസാരിച്ച് അവനത് നന്നാക്കുകയില്ലയോ? ഇത് സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. യേശു ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല എന്ന്. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ചിലരുടെ വായു തുറന്നാൽ കള്ളം വെള്ളച്ചാട്ടം പോലെ ഒഴുകും. അതുകൊണ്ടാണ് കോടതികളിൽ ബൈബിളിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത്. ഇത്തരമൊരു ആണയിടൽ കഴിഞ്ഞാലും പലരും വ്യാജ പ്രസ്താവനകളും നുണകളും പറയാറുണ്ട്. സാത്താൻ നുണയനും നുണകളുടെ പിതാവുമാണെന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ അത് കാണുന്നു. അവനൊരു നുണയൻ മാത്രമല്ല, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും വരുന്നു എന്ന് യേശു പറഞ്ഞു. മോഷ്ടിപ്പാനും കൊല്ലാനും നശിക്കാനുമല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നും അവർക്ക് ജീവൻ ലഭിക്കാനും അത് കൂടുതൽ സമൃദ്ധിയായി ലഭിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യത്തിലും കാണുന്നു. പലരും ക്രിസ്തു കാണിച്ചു തന്ന സത്യത്തിന്റെ പാതയിലേക്ക് വന്നിട്ടില്ല. കൂടാതെ പലതരം അടിമത്തത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി സത്യമേവ ജയതേ പ്രഖ്യാപിച്ചു. ഇത് തമിഴിൽ സത്യം മാത്രം ജയിക്കുന്നു എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിനർത്ഥം? ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളും തത്വചിന്തകരും ഉണ്ടായിരുന്നാലും സത്യമായ യേശു തന്നെ ജയിക്കും. വിശ്വസ്തരും നീതിമാനും കർത്താവിനോടൊപ്പം വിജയം അവകാശമാക്കും. കർത്താവ് നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. താൻ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നിറവേറ്റാൻ കർത്താവ് ശക്തനും വിശ്വസ്തനുമാണ്. ദാവീദ് രാജാവ് സങ്കീർത്തനം 36-ാം അധ്യായം 5-ാം വാക്യത്തിൽ, കർത്താവേ, നിന്റെ കരുണ സ്വർഗത്തിലുണ്ട്, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു എന്ന് പറയുന്നു. സത്യം ഭൂമിയിൽ നിന്ന് മുളപൊട്ടും, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കും എന്ന് സങ്കീർത്തനം 85-ാം അധ്യായം 11-ാം വാക്യത്തിലും, യേശു നിങ്ങളുടെ ദുഃഖങ്ങൾ വഹിച്ചു എന്ന് യെശയ്യാവ് 53-ാം അധ്യായം 4-ാം വാക്യത്തിലും, അവൻ തന്നെ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങളെ വഹിക്കുകയും ചെയ്തു എന്ന് മത്തായി സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യത്തിലും, അവൻ നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും വഹിച്ചു എന്ന് യെശയ്യാവ് 53-ാം അധ്യായം 11-12 വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ സത്യദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ നീങ്ങി സന്തോഷത്താൽ നിറയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 17-ാം അധ്യായം 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 23-24 അധ്യായങ്ങൾ, വൈകുന്നേരം യോഹന്നാൻ 15-ാം അധ്യായം. ആമേൻ.